ശരിക്കും കേരളം ഭരിക്കുന്നത് ആരാണ്? ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സർക്കാരാണോ, അതോ സഖാക്കൾ ബൂർഷ കുത്തക സാമ്രാജ്യ ശക്തികൾ എന്ന് വിളിക്കുന്ന അന്താരാഷ്ട്ര കൺസൾട്ടിംഗ് കമ്പനികളോ? ഇന്ത്യയിൽ മത തീവ്രവാദത്തിന് വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ കേസിൽ NIA അറസ്റ്റ് ചെയ്തവർ നൽകിയ മൊഴി പ്രകാരം മുഖ്യന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി വെള്ളമടി കമ്പനിയിൽ പറഞ്ഞത് മുഖ്യൻ ഒരു കാര്യത്തെക്കുറിച്ചും വലിയ വിവരമില്ല, പിടിപ്പ് കെട്ടവനാണ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാലോചിച്ചാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. സ്പ്രിംഗ്ലർ ഇടപാട് വന്നപ്പോൾ തന്നെ ഇക്കാര്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. മന്ത്രിസഭ പോലും അറിയാതെ, വിവിധ വകുപ്പുകൾ അറിയാതെ ഈ ഇടപാട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒറ്റയ്ക്ക് നടത്തി. അയാൾ കൊണ്ടുകൊടുത്ത ഫയലിലെല്ലാം ഷൂ വരച്ചു എന്നല്ലാതെ മുഖ്യൻ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ആഗോള മുതലാളിത്ത കുത്തകകൾക്കെതിരെ പോരാടുന്നവർ എന്ന് സ്വയം ഊറ്റം കൊള്ളുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിത്ത കമ്പനികളായ KPMG, PwC തുടങ്ങിയവർക്ക് ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് കിട്ടുന്നത് എന്നതാണ് രസകരം. കൺസൾട്ടിംഗ് കമ്പനികളുടെ പ്രതിനിധികളും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് ശരിക്കും കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. ഇന്ദ്രനും ചന്ദ്രനും ഇടയിലൂടെ ഞാൻ നടന്നു, ഞാനൊരു സംഭവമാണ്, ഇത് കേരളമാണ് എന്നൊക്കെ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുഖ്യന്റെ ആത്മവിശ്വാസക്കുറവ് എത്രത്തോളം ഉണ്ടെന്ന്. PR ഏജൻസികൾ എന്ത് എഴുതി കൊടുക്കുന്നുവോ അത് വായിക്കും. ഇന്നലെ പറഞ്ഞ എന്താണെന്ന് പോലും അറിയില്ല പുള്ളിക്ക്. ഉദാഹരണത്തിന് കോവിഡിന്റെ ആരംഭകാലത്ത് ഇറ്റലിയിൽ കുടുങ്ങിപ്പോയ മലയാളികളെ തിരികെ കൊണ്ടുവരുവാൻ കോവിഡ് ടെസ്റ്റ് നിർബന്ധമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം സ്വന്തം പൗരന്മാരോട് ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങോട്ട് കയറ്റി വിട്ടാൽ ബാക്കി ഞാൻ ഏറ്റു എന്ന് നിയമസഭയിലും 5 മണിയുടെ ബെഡായി ബംഗ്ലാവിലും തള്ളിവരിച്ച മുഖ്യൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളുടെ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാണെന്ന്. സ്വന്തം വകുപ്പുകൾ പോലും ഏതൊക്കെയാണെന്ന് ഭരണം തീരാറാകുന്ന ഈ വേളയിലും പുള്ളിക്ക് അറിയില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് സ്പ്രിംഗ്ലർ അഴിമതി കേസ് പുറത്തു വന്നപ്പോൾ അക്കാര്യം IT വകുപ്പ് മന്ത്രിയോട് ചോദിക്കണമെന്ന് പത്രക്കാരോട് പറഞ്ഞത്. ഇനി ആഭ്യന്തര വകുപ്പിന്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ കേരളത്തിലേക്ക് അയക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ പോലും ചോരുന്നു എന്നാണ്. മുഖ്യന്റെ കയ്യിൽ ഫയൽ എത്തുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി വഴി. പുള്ളിയാകട്ടെ തീവ്രവാദ കള്ളക്കടത്ത് ഗ്രൂപ്പിന്റെ സഹായി എന്ന ആരോപണം നേരിടുന്ന ആളും. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇപ്പോഴത്തെ വിവാദ നായികയുടെ വീട്ടിൽ രാത്രി പോയതും വെള്ളമടിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ നാട്ടുകാർ പിടിച്ചു വെക്കുകയും പോലീസ് വന്നപ്പോൾ ആളെ മനസ്സിലായി തിരികെ പോയതും എല്ലാം മുഖ്യൻ അറിഞ്ഞില്ല പോലും. സംസ്ഥാന ഇന്റലിജൻസ് മേധാവി ദിവസവും മുഖ്യന് റിപ്പോർട്ട് നൽകും എന്നോർക്കണം. പട പോലെ കുറെ ആളുകളെ ഉപദേശകരായി വെച്ചും നാട്ടുകാരുടെ നികുതി പണം കൊടുത്ത് 27 പേരടങ്ങുന്ന സോഷ്യൽ മീഡിയ ടീമിനെ വെച്ച് സ്വയം തള്ളിയും കോവാല സെന്ററിൽ തലച്ചോറും നട്ടലും പണയം വെച്ച മാധ്യമ സഹാപ്പികളുടെ പരിലാളനയും കൊണ്ട് താനൊരു വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. പക്ഷേ കമ്പനികൾ PR സേവനത്തിന് പകരം ഭരണം തന്നെയാണ് നിയന്ത്രിച്ചത്. ഇയാൾ വെറും തള്ളു മാത്രമേ ഉള്ളൂ എന്ന് ശിവശങ്കറിൽ നിന്ന് തന്നെ അറിഞ്ഞ തീവ്രവാദികൾ പുള്ളിയുടെ ഓഫീസിനെ സമർത്ഥമായി ഉപയോഗിച്ചു എന്ന് വേണം കരുതാൻ. അതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യന്റെ ഓഫീസിനെ കൂടി ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതിനെ കുറിച്ച് അന്വേഷണം വേണ്ടി വന്നത്. സ്വന്തം വകുപ്പിൽ എന്ത് നടക്കുന്നു എന്ന് പോലും അറിയില്ല. ആകെ അറിയാവുന്നത് ഗുണ്ടായിസവും കൺസൾട്ടൻസി കമ്പനികൾ ഒപ്പുവെക്കാൻ പറയുമ്പോൾ കാണുന്നിടത്തെല്ലാം ഒപ്പുവെക്കലും PR ഏജൻസികൾ എഴുതി കൊടുക്കുന്നത് 5 മണിക്ക് വായിക്കുന്നതും മാത്രമാണ്. ശരിക്കും യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പാഠവും ഇല്ലാത്ത, ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത, സ്തുതി പാഠകരുടെ വാക്കുകൾ കേട്ട് താനൊരു സംഭവമാണെന്ന് കരുതി നടക്കുന്ന ഏറ്റവും ദുർബലനായ കഴിവുകെട്ട ഒരാളാണ് സഖാക്കൾ പൊക്കിക്കൊണ്ട് നടന്ന ഇരട്ടച്ചങ്കൻ. ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല. ആഗോള കൺസൾട്ടൻസി കമ്പനികൾ ഓട്ടച്ചങ്കനെ മുന്നിൽ നിർത്തി കേരളം ഭരിക്കുമ്പോഴും അന്തങ്ങൾ ഇപ്പോഴും ആഗോള കുത്തക മുതലാളിത്തത്തിനെതിരെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. അല്പം ബോധമുണ്ടെന്ന് കരുതുന്ന കാമറേഡുകളൊക്കെ സ്വന്തം വ്യക്തിത്വം പോലും കളഞ്ഞ് മുട്ടിലെഴിഞ്ഞ് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ ചോദിച്ചാൽ ലഭിക്കുന്ന മറുപടി കേഡർ പാർട്ടികൾ അങ്ങനെയാണെന്നാണ്. ശരിക്കും ഇടതുപക്ഷത്തെ ഉപയോഗിച്ച് തന്നെ ക്യാപിറ്റലിസ്റ്റുകൾ കേരളം ഭരിക്കുന്നു. പാർട്ടി നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ ഒരു ഭരണാധികാരിയെ കിട്ടിയ അവസരം ശരിക്കും അവർ ഉപയോഗിച്ചു. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ കരുത്തനെന്ന് പാർട്ടിയും മണ്ടന്മാരായ അണികളും തള്ളിമറിച്ച ആളാണ് ഏറ്റവും ദുർബലനെന്ന് ക്യാപിറ്റലിസ്റ്റുകൾ മലയാളികൾക്ക് കാണിച്ചു കൊടുത്തു.